ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു പംകിൻ വെച്ചിട്ടുള്ള ഒരു മസാലയാണ്. ഒരു നോർത്ത് സ്റ്റൈൽ മസാലയാണിത്. ഇത് നമുക്ക് ചപ്പാത്തിക്കും പൂരിൻ്റെ കൂടെയും പിന്നെ പൊറോട്ടേൻ്റെ കൂടെയൊക്കെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു അളവിലാണ് ഞാൻ എടുക്കുന്നത് പംകിൻ. അത് തൊലിയൊക്കെ കളഞ്ഞ് ഏകദേശം ഈ ഒരു സൈസിൽ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടെല്ലാം. ഇനി അതിന് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ചേരുവകൾ, ഒരു വലിയ ഉള്ളിയാണത്. ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി ആയതുകൊണ്ട് തന്നെ ഞാനൊരു പകുതി തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം എടുക്കാം, കാരണം നമ്മൾ കയ്യിലുള്ള പംകിൻ അനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ ഒരു പച്ചമുളക്, ഒരു 2 വലിയ വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്യാം. ഞാൻ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യാണ്. എന്നാലും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാലും മതി. ഉള്ളിയും അരിഞ്ഞ് അതിനൊപ്പം തന്നെ ഞാൻ ടൊമാറ്റോയും കൂടി അതിൽ തന്നെ ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റും നമുക്ക് ചെയ്യാം, എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. നമുക്കതിൻ്റെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ പച്ചമുളകും ചെറിയ കഷ്ണാക്കിയിട്ട് വെക്കാം. ഉള്ളിയും തക്കാളി ഒരുമിച്ചായതിട്ട് അത് കളറ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചു. ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. അതിനായിട്ട് ഒരു പാന് അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊട്ടിക്കാം. അത് പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ ഉള്ളിയും തക്കാളിയും കൂടിയുള്ള മിക്സ് നമുക്ക് അത് ഒരുമിച്ചൊന്ന് വഴറ്റാം. അത് വേറെ വേറെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളി ഒന്ന് കുറച്ച് കഴിയുമ്പം ടൊമാറ്റോ ഇട്ടാൽ മതി, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരു 3-5 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടി ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ മസാലയൊന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ ആ ടൊമാറ്റോയും ഉള്ളിയും ഇതൊക്കെയുള്ള ആ ഒരു മസാലയിൽ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ മുറിച്ച് വെച്ച പംകിൻ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ആ ഉപ്പും ആ മുളകും ഒക്കെ പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് കുക്ക് ചെയ്യാൻ വെക്കാം. ഒരു അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് പിന്നെ വേവ് മതി. അതൊന്ന് ആ വെള്ളം ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി അതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ആ തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അല്ലെങ്കിലും കുറച്ചൊന്ന് മിക്സ് ചെയ്യുമ്പോഴൊക്കെ ഇനി അത് ഉടഞ്ഞ് വന്നോളും. പക്ഷേങ്കിൽ ഈ ഒരു പാകത്തിന് മതി. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഭയങ്കര സ്പൈസിയുമില്ല. സ്പൈസിയും പിന്നെ നമ്മൾ ഇഷ്ടത്തിന് ചേർക്കാം. ഇതൊരു മീഡിയം സ്പൈസിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ആംചൂർ പൗഡർ, അതായത് ഡ്രൈ മാംഗോൻ്റെ പൗഡർ, ഒരു പുളിക്ക് വേണ്ടിയിട്ട്, അപ്പോൾ അത് കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ കസൂരി മേത്തി, അത് മീൻസ് ഉലുവയില ഉണക്കിയിട്ട് പൊടിച്ചതാണ്, അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നല്ലൊരു ഫ്ലേവർ വരും. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ ആ ലൈറ്റ് പുളിയും ആ ഒരു ഡ്രൈ മാംഗോൻ്റെ പൗഡർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ലൈറ്റ് പുളി വരും. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കുന്നത് മല്ലിയില മുറിച്ചിട്ടതാണ്. അത് കുറച്ചൊരു പിടിയോളം നമുക്ക് ചേർക്കാം. ഇനി നമ്മളെ പംകിൻ മസാല റെഡിയായി. അതിന് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അത് ചൂടോടെ ചപ്പാത്തിക്കും ദോശ അപ്പോൾ അതിനൊക്കെ ചേർക്കാം കേട്ടോ. ചോറ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ചിലപ്പോൾ വൈറ്റ് റൈസിനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാത്തവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.